ജാൻസി, നിനക്ക് എപ്പോ വേണമെങ്കിലും പിരിഞ്ഞു പോകാം. പിരിയുന്നതിന് മുമ്പ് ആദ്യവും അവസാനവുമായി എനിക്ക് എന്റെ ഭഗവതി, ലക്ഷക്കണക്കിന് രൂപയല്ലയോ നഷ്ടപ്പെട്ടത്. ഒരു മിനിറ്റ് കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ആ സീൻ ഒന്ന് കഴിഞ്ഞേനെ. ബെസ്റ്റ് സീനായിരുന്നു. ഇത് വെറും സ്വപ്നമല്ലേടോ സൂര്യ? വെറും സ്വപ്നമല്ല, നടക്കാൻ പോകുന്ന സത്യ. എടോ, നമ്മുടെ സ്വപ്നം ഒന്നും സഫലമാകാൻ പോകുന്നില്ല. ഫുൾ ടൈം തരികിടയും ചാപ്പാടും കിടപ്പ്. ഫുൾ ടൈം കിടപ്പ് നിന്റെ കാര്യം. എന്റെ കാര്യം സിനിമാ നടനാകാൻ പോകുന്നത്. അയ്യോ എന്റെ കൂട്ടുകാരാ, സിനിമാ നടനാകണമെങ്കിൽ അതിനുള്ള ഭാഗ്യം വേണം. നിന്റെ കാര്യത്തിൽ മഹാഭാഗ്യം വേണം. അതിനുള്ള വര നിന്റെ തലയിലോ കയ്യിലോ ഉണ്ടോന്ന് അറിയില്ല. വരയൊക്കെ വരേണ്ടപ്പ വരും. വര വരില്ല, നര വരും. നര വരുമ്പോഴേക്കും ഞാനൊരു സൂപ്പർ താരം, ഒരു ഫാൽക്കെ അവാർഡ് ജേതാവ്. ആ ഫാൽക്കെ അവിടെ നിൽക്കട്ടെ. തൽക്കാലം ഇന്ന് കഞ്ഞി കുടിക്കാനുള്ള വക ഒപ്പിക്കണ്ടേ? എങ്കിൽ എനിക്ക് ഇന്നത്തെ പരിപാടിക്കുള്ള വേഷവിധാനവും മേക്കപ്പും ഒക്കെ സെറ്റപ്പ് ചെയ്യാം. സെറ്റപ്പ് ചെയ്യാം. ആവേ 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 മരിയ, ആവേ 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 മരിയ. ആന്റി കാണുന്നില്ലല്ലോ. മരിച്ചു കാണും, സാധ്യതയുണ്ട്. അതെ വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആന്റി. ഗുഡ് മോർണിംഗ്. എന്താ സൂര്യചന്ദ്രന്മാരിത്തര രാവിലെ? അതെന്ത് ചോദ്യം ആന്റി? ഞങ്ങൾക്ക് എപ്പോ വേണോ ഇവിടെ വന്നൂടെ? ഞങ്ങള് BPL കാരല്ലേ? അതെ, ബിലോ പോവർട്ടി ലൈൻ, ദരിദ്രരേഖയ്ക്ക് താഴെ. എന്നും ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ആന്റിക്കും അങ്കിളിനും വല്ല നിർബന്ധമുണ്ടോ? അതിന് പ്രോബ്ലം അങ്ങനെ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. നോ പ്രോബ്ലം. എന്നാ വേഗം വിട്ടോ, ഞങ്ങൾക്ക് ഇത്തിരി വർക്കേണ്ട ദിവസാ. എന്താ ആന്റി സംസാരത്തിലൊരു ദേഷ്യം പോലെ? എന്ത് ദേഷ്യം? സൂര്യ, നിനക്ക് തോന്നിയില്ലേ പത്രോസിനെ തള്ളി പറഞ്ഞ പോലെ ഒരു അവജ്ഞയും പുച്ഛു തോന്നി? ഞങ്ങൾ പറഞ്ഞത് ആന്റി, വേറെ ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. പക്ഷെ ആന്റിയും അങ്കിളും അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്കത് താങ്ങാൻ കഴിയില്ല. ആരോരുമില്ലാത്ത ഞങ്ങൾ രണ്ടുപേരുടെയും മനസ്സിൽ തനി തങ്കത്തിൽ തീർത്ത രണ്ട് സ്വർണ്ണ വിഗ്രഹങ്ങളാണ് ആന്റിയും അങ്കിളും. ദുഃഖഭാരം ചുമക്കുന്ന രണ്ട് കുഞ്ഞാടുകളാണ് ഞങ്ങൾ. ഈ ടെറസ് മേടയിലിരുന്ന് ഞങ്ങളെ കല്ലെറിയരുത്. ചന്ദ്ര, പോകാം. നമ്മളിവരെ ബുദ്ധിമുട്ടിക്കണ്ട. ആന്റിയും അങ്കിളും ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാക്കും ഞങ്ങൾ എത്രമാത്രം നിങ്ങളെ സ്നേഹിച്ചിരുന്നു എന്ന്. അന്ന് കുറ്റബോധം കൊണ്ട് നിങ്ങൾ പൊട്ടിക്കരയും. അത് കണ്ടു നിൽക്കാനുള്ള കരുത്ത് ഞങ്ങൾക്കില്ല. നിങ്ങൾ എന്തിനാ വന്നത്? എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ്. കുറെ പറയാനുണ്ട്. എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടിയുണ്ടോ? അടിക്കുമോന്ന്? നേരത്തെ പോണി രണ്ടെണ്ണം വിട്ടു. ഇത് അവളും പോയി നല്ല സന്ദർഭം. ഓക്കെ അങ്കിൾ, അങ്കിൾ, അങ്കിൾ. ഞാൻ വേറെന്തോ വിചാരിച്ചു. ഇത് മതിയോ എനിക്ക്? ഇത് ലേഡീസിനുള്ളതല്ലേ? ഈ മാക്സ് ഇട്ടിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. ഇതുപോലെ സ്കൂൾ പിള്ളേർക്ക് നാടകം കളിക്കാൻ കൊടുത്തു. ആന്റി, നമ്മുടെ ഒരു എക്സിക്യൂട്ടീവ് ലുക്കുള്ള വേഷം എനിക്ക് വേണ്ടേ? ആ റോളാണ്. നമ്മുടെ SI ജഗന്നാഥൻ സാറിന്റെ ഒരു ബ്രദർ അല്ലേ, സബ് കളക്ടർ. അങ്ങനെ ഒരു ഡ്രസ് ഇവിടെ അയ്യോ, അതൊന്നും തരാൻ പറ്റില്ല. ആന്റിയുടെ ഈ സ്മാർട്ട്നെസ് ആണ് എനിക്കിഷ്ടം. പലപ്പോഴും ആന്റിയെ എനിക്ക് അഭിനന്ദിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. അതായത് ഈ വാർദ്ധക്യത്തിലും ഇത്രയും യൗവനം കാത്തു സൂക്ഷിക്കുന്നത്. ആന്റിയെ കാണുമ്പോ ജൂഹി ചൗളയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആന്റി, ആന്റി, അതെ, വേറൊരു കാര്യം പറഞ്ഞാൽ ആന്റിക്ക് ഫീൽ ചെയ്യരുത്. ഇല്ല, ആന്റിയും ആന്റിയുടെ ഹസ്ബൻഡും തമ്മിൽ ഒട്ടും ഒരു മാച്ച് അല്ല. അതായത് നിങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു അച്ഛനും മോളും ഇങ്ങനെ നടന്നു പോകുന്ന ഫീലിംഗ് എനിക്കുള്ളത്. ആന്റിക്ക് അതിൽ ഫീലിംഗ്സ് ഇല്ലേ? അതാണ് മോനെ എന്റെ ആകെയുള്ള ഒരു ദുഃഖം. ഒക്കെ വിധിയാണ് ആന്റി. മോൻ എന്താണ് വേണമെന്ന് പറഞ്ഞത്? അല്ല, അത് നമ്മുടെ SIയുടെ ബ്രദർ സബ് കളക്ടർ എക്സിക്യൂട്ടീവ് ഡ്രസ് ഉണ്ട്. അതല്ല അതല്ല, അത് ആ മോളിൽ അതന്നെ. ഇത് തന്നെ ആന്റി, നമ്മുടെ ചന്ദ്രനെ പറ്റിയ ഒരു ഡ്രസ് കൂടി. ഡോക്ടർ കബീറിന്റെ ഒരു ഡ്രസ് ഇതാ ഇവിടെ, എക്സിക്യൂട്ടീവ്. അത് താങ്ക് യു ആന്റി. നാളെ തന്നെ കൊണ്ടുവരണട്ടോ. അതൊന്നും പറയാൻ പറ്റത്തില്ല, എത്തുമ്പോ എത്തും. എന്താ പറഞ്ഞത്? അതിരാവിലെ തന്നെ എത്തിക്കാൻ. എന്തൊരു വിശപ്പന്റെ ദൈവമേ.
വേഷവും മട്ടും നടപ്പും ഭാവവും കണ്ട നമ്മള് ടാറ്റയുടെയും ബിർലയുടെയും മക്കളാണെന്ന് തോന്നുന്നു. സമയാസമയം വയറ്റിലോട്ട് വല്ലതും ചെല്ലണമെങ്കിൽ നമ്പറുകൾ ഇറക്കേണ്ട ഗതികേട്. ചീറ്റിപ്പോൾ ആ നമ്പർ എപ്പോഴും ഏറ്റെന്ന് വരില്ല. ഈ ഒരു നമ്പർ ഏറ്റില്ലെങ്കിൽ ഇനിയൊരു നമ്പർ ഏക്കും. ആ വാകേറിയ ദൈവം ഇരയും തരും. വാകേറിയ ദൈവം? അതേത് ദൈവം? അങ്ങനെ ഒരു ദൈവം ഉണ്ട്. എന്നാ അങ്ങേര് തരും. വായും തുറന്ന് പിടിച്ചോണ്ടിരുന്നോ? അതെ, പിടിച്ചു നിൽക്കണമെങ്കിൽ പുതിയ വല്ല നമ്പർ ഇറക്കിയേ പറ്റൂ. അതും ശരിയാ. ആ ചേട്ടൻ എന്തോ ചില ടെൻഷൻസ് ഇല്ലേ? ടെൻഷൻസ് മാത്രമല്ല, ഒരുപാട് പ്രശ്നങ്ങളുടെയും പ്രാരാബ്ദങ്ങളുടെയും പ്രതീക്ഷകളുടെയും ഒരു കൂമ്പാരമാണ് മനുഷ്യൻ. കൂമ്പാരം. ഉറപ്പല്ലേ? ഉറപ്പാ. എന്നാ വാ, ഒന്നിടിച്ച് കയറാം. ആ വാ വാ. ആ കൈയൊന്ന് തന്നെ. ഷേക്ക് ഹാൻഡിനല്ല. അയ്യോ, ചന്ദ്ര. ഓ എന്താ? ഒന്നുമില്ല. എന്താ വെച്ചാ പറയൂ. മുഖം കണ്ടപ്പോഴേ മനസ്സിലായി കൈ ഡിഫറെന്റ് ആണ്, അതുകൊണ്ട് നോക്കിയതാ. എന്റെ കൈ നോക്കി വിശദമായി പറയൂ. പറയട്ടോ? Where there is a will, there is a way. മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അത് താൻ അല്ലയോ ഇതെന്ന വർണ്ണത്തിൽ ആശങ്ക. വീട് വരെ ഉറവ്, വീതി വരെ മനവി, കാട് വരെ പിള്ളൈ, കടശി വരെ ആരോ. എന്താ നിങ്ങളെ പറയണേ? മനസ്സിലാവില്ല. ഇപ്പൊ എന്തോ ഒരു വലിയ പ്രശ്നം നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതിനൊരു പരിഹാരം. അത് മാത്രമല്ലേ നിങ്ങളുടെ ഇപ്പോഴത്തെ ചിന്ത? ശരിയല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? എങ്ങനെ എന്ന് ചോദിക്കണ്ട, മനസ്സിലായി എന്ന് മാത്രം മനസ്സിലാക്കുക. ദാരിദ്ര്യരേഖ അത് കണ്ടുപിടിക്കും, ഹസ്തരേഖ അതിന് വഴിയൊരുക്കും. വിരോധമില്ലെങ്കിൽ പ്രശ്നം പറയൂ. ധൈര്യമായിട്ട് പറഞ്ഞോളൂ, വഴിയുണ്ടാവും. എന്റെ പെങ്ങളും അളിയനും കുടുംബ വീട്ടിലാണ് താമസം. അയ്യേ, വീട്ടുകാരും അവരും തമ്മിൽ ഭയങ്കര പ്രശ്നത്തിലാണ്. മാറി താമസിക്കാൻ ഒരു വീട് അന്വേഷിച്ചിട്ട് ഇതുവരെ റെഡിയായിട്ടില്ല. അതിന്റെ അളിയനും പെങ്ങളും തമ്മിൽ ഡെയിലി കുടുംബകലഹം, അടി പിടി, പട്ടിണി, പരിവട്ടം, ദാരിദ്ര്യം, ഇതൊക്കെയല്ലേ ചേട്ടൻ ഇപ്പോഴത്തെ അത് തന്നെ നിസ്സാര പ്രശ്നം. ഇപ്പൊ അവർക്ക് താമസിക്കാൻ പറ്റിയൊരു വീട് വേണം, അത്രയല്ലേ ഉള്ളൂ. വാടകയ്ക്ക് ഒരു വീട് വേണം. ഓക്കെ, അത്രയല്ലേ ഉള്ളൂ. പ്രശ്നം സോൾവ്. അളിയന്റെയും പെങ്ങളുടെയും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വേണ്ടി വരും. അവരൊന്ന് മാറ്റി നിർത്തൂ. ശരി സാർ. അപ്പോ പറഞ്ഞതുപോലെ എന്തായാലും സമയമാകുമ്പോൾ വിളിക്കാം. എല്ലാവരും മാറി നിൽക്ക്, മാറി നിൽക്ക്. ആ സാർ, നിങ്ങളുടെ പേഴ്സാണോ? സൂക്ഷിക്കണം കേട്ടോ. എന്റെ ക്രിമിനൽ സ്വഭാവം ഇനി മാറിയിട്ടില്ലല്ലേ? ദൃഷ്ടദിപ്നം കേടി. നമസ്കാരം സർ. എന്റെ മോന്റെ പേര് വളരെ ഈസി ആയിപ്പോയി. മോന്റെ അച്ഛന്റെ പേരെന്താ? അച്ഛന്റെ പേര് ധൃതരാഷ്ട്രൻ, ആ. വല്യച്ഛന്റെ പേര് ശത്രുഘ്നൻ, ആ അമ്മാവന്റെ പേര് വേണ്ട വേണ്ട, ഇനി ഒന്നും പറയണ്ട. ഇത് പറയുമ്പോഴേ നീ ഇന്റർവ്യൂവിൽ പാസ്സാകും. ചെല് ചെല് ചെല്. Wait, man. Excuse me. I am coming from the International Investigation of India and the Anti-Narcotics of Indian Airlines and in Air India, etc. etc. Tell him. ഇംഗ്ലീഷ് പിടിയില്ലല്ലേ? നിങ്ങളുടെ ബോസിനോട് ചെന്ന് പറയൂ, നേരത്തെ ഫോൺ ചെയ്ത ഓഫീസർ വന്നിട്ടുണ്ടോ എന്ന് ചെന്ന് പറയൂ. എന്റെ ഇന്റർവ്യൂ വേണോ വേണ്ടോ എന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ട് തീരുമാനിക്കും. ഓക്കെ, യു ഗോ മാൻ, ഗോ. What he said is very correct. The department is very strict. I am very poor, sir. Please help me, sir. Am I an orphanage to help you? Don't take too much freedom, okay? Shut up. Stand here. ഇതിപ്പോ എത്രാമത്തെ ഇന്റർവ്യൂ ആണ്? കഴിഞ്ഞ 99. ഓഹോ, അപ്പൊ ഇത് 100. ബെസ്റ്റ് ഓഫ് ലക്ക്. ഇതോടെ നിങ്ങൾ സെഞ്ചുറി തയ്ക്കുകയാണല്ലോ. സത്യത്തിൽ നിങ്ങളൊരു ഇന്ത്യൻ യുവത്വത്തിന്റെ പ്രതീകമാണ്. എനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. ചെല്ലാൻ. ചെല്ലാനൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അതല്ല, അകത്തോട്ട് ചെല്ലാൻ. ഓ, ആ ചെല്ലാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡബിൾ സെഞ്ചുറി തയ്ക്കാൻ ഇടപെട്ടെ. ആൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. You see, it is very difficult to manipulate. ഹലോ. Yes. ഒന്നിന് പണോ? അല്ല. അതാ മറവിൽ ഇവിടെ അങ്ങനെ തട്ടിക്കോ? അയ്യോ അതല്ല, ഒരു മിനിറ്റ് ഒന്ന് വരൂ. ഓ, ഒരു മിനിറ്റ്. ഇയാൾ അവിടെ അവിടെ നിങ്ങളോ? ആ വന്നേ. ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ തന്നെ മിനിസ്റ്റർ വിളിച്ചെന്ന് പറയാം. ഓ ഷുവർ. നിങ്ങളെ പ്രൊമോഷന്റെ കാര്യമായി പോയില്ലേ? ഹലോ, എന്താ സാർ അകത്ത് ഓഫീസറുമായി സംസാരിക്കുന്നത്? അതെന്റെ അസിസ്റ്റന്റാ, മിടുക്കനെ. ഈ ഓഫീസറെ പറ്റി ധാരാളം പരാതികൾ കിട്ടിയിട്ടുണ്ട്. അതിന്റെ എൻക്വയറിക്ക് വന്നതാ. ഞാൻ ചെന്ന അയാൾ വിറയ്ക്കും, അതുകൊണ്ട് അസിസ്റ്റന്റ് അപ്പൊ സാർ വിചാരിച്ചാ അത് നടക്കും? ഏത് ഈ ജോലിയുടെ കാര്യം? അത് ശരി, ശുപാർശ. അതിനെന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം സാർ. ഓഹോ, ഇപ്പൊ കയ്യിൽ എന്തോ ഉണ്ട്? ഒരു 2000 രൂപ ആണ് സാർ. ഛേ, ഈള് കേസ്. ബാക്കി എത്രയാന്ന് വെച്ചാൽ ഞാൻ വീട്ടിലെത്തിക്കാം. നമ്മളെ ഇങ്ങോട്ട്. ഓക്കെ അല്ല, ഡബിൾ ഓക്കെ. ഈ ഷീഫേഴ്സ് പേന മറന്നൊക്കെ എന്റെ എഴുതിക്കട്ടെ. താങ്ക് യു. ഓക്കെ, ഡബിൾ ഓക്കെ, ട്രിപ്പിൾ ഓക്കെ. who is that? That's a man.
ഈശ്വരന്മാരെ 2000 ലോകം അവസാനിപ്പിക്കാൻ വല്ല പരിപാടിയും ഉണ്ടെങ്കിൽ അതിനൊരു മാറ്റവും വരുത്തരുത്. സ്വല്പം കൂടി നേരത്തെ ആകുന്നതിലും വിരോധമില്ല. 2000 ലോകം അവസാനിക്കുമെന്ന് ആരാ പറഞ്ഞേ? ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് മിരാൻഡ ആന്റി പറഞ്ഞു. ബൈബിളിൽ മാത്രമല്ലേ ഉള്ളൂ, ആ. ഖുറാനിലും ഗീതയിലും ഒന്നും ഇല്ലല്ലോ. ഓ എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. എന്ത്? ക്രിസ്ത്യാനികൾ മാത്രമല്ലേ ചാവൂ. അതെ, നാളെ ഹെൽത്ത് ഓഫീസർക്ക് വീട് കാണിച്ചു കൊടുത്തില്ലെങ്കിലേ ആ. അതിനു മുമ്പേ നമ്മൾ ചാവും. ആ ഓഫീസറെ കുപ്പിയിലിറക്കിയാലേ ആ ചെക്കന്റെ കാര്യം നടക്കൂ. ആ. അതിനു മുമ്പ് ഈ കുപ്പി ഫിനിഷ് ചെയ്താലേ എനിക്കൊരു ഐഡിയ കിട്ടൂ. എനിക്കൊരു ഐഡിയ കിട്ടി. അടികൊള്ളുന്ന ഐഡിയ ആണ്. അല്ല, രക്ഷപ്പെടാനുള്ള ഐഡിയ. ഇതാണ് വീട്, നമ്മുടെ സ്വന്തം വീട് തന്നെ. ഇത്രയും സ്ഥലമുണ്ട്. അവിടെ ലോൺ ഉണ്ടാക്കാം, ആ. പിന്നെ പട്ടിക്കൂട് ഉണ്ടാക്കാം, ഇവിടെ കാർ വന്നോളൂ 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 വന്നോളൂ. അതിന് അകത്തുള്ള സൗകര്യങ്ങൾ നോക്കാം. വന്നാട്ടെ. ഇതെന്തത്ര tight? വരൂ വരൂ വരൂ. ഇതാണ് ഇതാണ് ഇവിടുത്തെ ബെഡ്റൂം. ബെഡ്റൂം. അപ്പുറത്ത് ഇത് പിന്നെ ഡൈനിങ് റൂം. അതെ. അത് ബാത്റൂം. അതോ അത് കിച്ചൺ അല്ലേ? ബാത്ത് അറ്റാച്ച്ഡ് കിച്ചൺ. അതൊരു റൂം. സത്യത്തിൽ കൊടുക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ല, ഉദ്ദേശം ഞങ്ങൾക്കില്ല. ഇല്ല. പിന്നെ ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാ. ആ. അത് പിന്നീട് നിങ്ങൾക്ക് ഒരു അസൗകര്യമായിട്ട് തോന്നും. അതെ അല്ല തോന്നരുത്. അതെ, വീടൊക്കെ ഇഷ്ടപ്പെട്ട സാർ. ഇഷ്ടപ്പെട്ട് കാണും. പേഴ്സണാലിറ്റി വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ കുഴപ്പമില്ല. ഇതിന്റെ വാടകയുടെ കാര്യം അതൊക്കെ തനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും തന്നാ. എന്തെങ്കിലും ആ, എന്തെങ്കിലും എന്ന് വെച്ചാല് സാറിനെ പോലെ ഇത്രയും വലിയൊരു ഉദ്യോഗസ്ഥനോട് വാടകയൊക്കെ ബാർഗെയിൻ ചെയ്യുന്നത് ചീപ്പല്ലേ? ഭാര്യ കൂടെ കൊണ്ടുവന്നിരുന്നേ കാണാരുത്. എന്ത്? ഭാര്യ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ വീടൊക്കെ ഒന്ന് കാണായിരുന്നല്ലോ. ഓ, അല്ല, മറ്റേ പാർട്ടി വരുന്നതിന് മുമ്പ് മറ്റേ പാർട്ടി ആരാ? അതിന് മറ്റേ വേറൊരു പാർട്ടി ഉണ്ട്. ആ, വാടക എത്രയായാലും പ്രശ്നമില്ല, ഈ വീട് തന്നെ വേണമെന്ന് ഒരേ വാശി. ചിലപ്പോ അഡ്വാൻസ് ആയിട്ട് ഇപ്പൊ ഇങ്ങ് എത്തും. അയ്യോ, പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. അഡ്വാൻസ് ഏയ്, അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. അഡ്വാൻസ് ഇപ്പൊ വാങ്ങിച്ചോ ഏയ്, പെട്ടെന്ന് പോണം. വെച്ചോളൂ. അല്ലെങ്കിൽ ആന്റി ഏതാൻറ്റി? അത് ആന്റി മാത്രമല്ല, അങ്കിളും ഉണ്ട്. ഇവിടെ വാടകയ്ക്കനുസരിച്ച് മറ്റേ പാർട്ടി മാറി. അപ്പൊ ഇത് ശരിക്കും ആരുടെ വീടാ? ആ വീടിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ആക്ച്വലി ഇത് എന്റെ വീടാ. ഇതുപോലെ 3 വേറെ ഉണ്ട്, ഊട്ടി കൊടൈക്കനാല്. പക്ഷെ ഞാനിവിടെ ഒറ്റയ്ക്കാ, ബാച്ചിലർ ആണേ. എന്നാ ഓക്കെ, ബുധനാഴ്ച കാണാം. ഇല്ലല്ലേ? അന്ന് കാണാൻ പറ്റുന്ന കാര്യം സംശയം. അളിയാ, വിളിക്കുന്നു. ഓക്കെ, അപ്പൊ ബുധനാഴ്ച അല്ലേ? ഓക്കെ. എണ്ണി നോക്കിക്കോ, കള്ളന്മാരാ. ഞാൻ എടുക്കണം. അതെ, ഒരാൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയിൽ കയറി വെടിവെക്കുന്ന നിന്റെ പരിപാടി നിർത്തിക്കോളാം. ഞാൻ ഹെൽപ്പ് ചെയ്തല്ലേ. പിന്നെ ഇങ്ങനെയല്ലേ ഹെൽപ്പുന്നത്? ആ കിളവനും വരുന്നതിന് മുമ്പ് വാതിൽ പൂട്ടി താക്കോല് പഴയ സ്ഥാനത്ത് വയ്ക്കും. പെട്ടെന്ന് ആ ശരി.